നമ്മുടെ ചാനലിൽ വരുന്ന കമന്റ്സിൽ 90% ഇയർബഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നാൽ നമ്മുടെ ചാനലിലെ എല്ലാ ഇയർബഡുകളും ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, കൂടാതെ എല്ലാം ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാലേ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നു, അതിന്റെ സ്പെക്ക് നോക്കും. എന്നാൽ സ്പെക്ക് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുന്നത്. അത് വെച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് കൊള്ളാവോ അല്ലെങ്കിൽ ഇത് ഒരു ആവറേജ് പ്രോഡക്റ്റ് ആണെന്ന് പറയണത്. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ബൈയിങ് ഗൈഡ് ആണ് ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഉറപ്പായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ വേസ്റ്റ് ആവത്തില്ല. കാരണം ജൂലൈ 20-21 ദിവസങ്ങളിൽ ആമസോണിൽ പ്രൈം ഡേ വരുവാണ്. കൂടാതെ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് ഡേയ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഒഫീഷ്യൽ ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും 19-ാം തീയതിയോ 20-ാം തീയതിയോ അതും അങ്ങോട്ട് ലൈവ് ആവും. എന്തായാലും പ്രൈം ഡേക്ക് ഒരു ബദലായിട്ടാണ് ആക്ച്വലി ഒരു ഗോഡ് ഡേയ്സ്. സോ ഈ രണ്ട് ഓഫർ സെയിലുകളിലും നല്ല അടിപൊളി ഓഫറുകളിൽ നമുക്ക് പ്രോഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ഇയർബഡുകൾ. എന്തായാലും നമ്മുടെ ചാനലിൽ ആ ഒരു ഇയർബഡുകളുടെ ഓഫർ സെയിൽ ഉണ്ടാവും. എന്നാൽ പോലും ഞാൻ പറയാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പോയിന്റ്സ് വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടോട്ടൽ 13 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 7 എണ്ണം മാൻഡേറ്ററി ആണ്, അതായത് ഈ 7 എണ്ണം ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. എന്നാൽ ബാക്കിയുള്ള ഒരു 6 എണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷനാണ്, അതുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ ആക്ച്വലി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ആ ഒരു പോയിന്റിലേക്ക് വരാം, ബ്രാൻഡ് ആൻഡ് സർവീസ്. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബ്രാൻഡ് റെപ്യൂട്ടഡ് ആണോ, കൂടാതെ അവരുടെ സർവീസ്. നമ്മളിപ്പോൾ ഏത് ബ്രാൻഡ് മേടിച്ചാലും സർവീസ് കൊള്ളാത്ത ഒരു ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. കാരണം ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് സാധനം അങ്ങോട്ട് കേടായി കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെന്ററിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ പൊതുവെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് സെന്ററുകളാണ് ഉള്ളത്. ഓഫ്ലൈൻ സർവീസ് സെന്ററാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് ഓൺലൈൻ സർവീസ് സെന്ററിനെക്കാളും. കാരണം ചിലപ്പോൾ നമ്മളിത് അയച്ചു കൊടുക്കുമ്പോൾ കാശ് നമ്മളായിട്ട് കൊടുക്കേണ്ടി വരും. അവർ നമ്മളെ വന്ന് എടുത്ത് പിന്നെ അത് അവിടെ എത്തി പിന്നെ എന്താ പറയുക, അതൊക്കെ ഓരോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിൽ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓഫ്ലൈൻ സർവീസ് സെന്റർ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള, കാരണം നമുക്ക് മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്യാം അവരോട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. സോ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാൻഡ് ആൻഡ് സർവീസ്. സർവീസിനെ എപ്പോഴും നമുക്ക് കുറച്ച് റിസർച്ച് നടത്തി കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പല പ്രോഡക്റ്റുകളും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ സർവീസും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നല്ലതായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മളുടെ ചാനലിൽ തന്നെ ഓൾറെഡി കുറച്ച് പ്രോഡക്റ്റുകളുടെ ഒക്കെ തന്നെ സർവീസ് എക്സ്പീരിയൻസ് ഞാൻ ഷെയറിങ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് കൺഫേം ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം പ്ലേ ടൈം. ഇപ്പോൾ പ്ലേ ടൈം ഉറപ്പായിട്ടും മുഖ്യമാണ്. കാരണം 100 മണിക്കൂറും 120 മണിക്കൂറും ഒക്കെയാണ് നമുക്ക് പല പ്രോഡക്റ്റുകളിലും കാണാൻ സാധിക്കുന്നത്. സോ 100-ഉം 120 ഇല്ലെങ്കിൽ പോലും ഒരു 50 മണിക്കൂറൊക്കെ ബെറ്റർ ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു ദിവസം ഫുള്ള് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ് ചാർജ് ചെയ്യേണ്ട തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ സിംഗിൾ പ്ലേ ടൈം ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ അതിലും ഉണ്ട് 12 മണിക്കൂർ, 8 മണിക്കൂർ, 7 മണിക്കൂർ, മിനിമം എനിക്ക് തോന്നുന്നു ഒരു 5 to 6 മണിക്കൂർ ഉറപ്പായിട്ടും എല്ലാ ഇയർബഡുകളിലും കിട്ടും. സോ പ്ലേ ടൈം ആണ് രണ്ടാമത് നോക്കേണ്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം മ്യൂസിക് ക്വാളിറ്റി പറയുമ്പോഴത്തേക്ക് SBC AAC കോഡക്കുകളാണ് ഈ ഒരു ബ്ലൂടൂത്ത് ഡിവൈസുകളിൽ നോർമലി ഉള്ളത്. അതിനകത്ത് AAC കോഡൊക്കെ ഉള്ള പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ മേടിക്കുക. ഈ കാലഘട്ടത്തിൽ SBC കോഡൊക്കെ മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ SBC കോഡക്കിലിട്ട് കളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും അത് നമുക്ക് AAC കോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും അതങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ SBCയിൽ 100% പാട്ടിട്ട് നോക്കൂ, അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ AAC കോഡൊക്കെ ഉള്ള ഇയർബഡ്സുകളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നല്ല 100%-ലും അടിപൊളിയായിട്ട് പതർച്ചയില്ലാണ്ട് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്ക് ക്വാളിറ്റി. മൈക്ക് ഉറപ്പായിട്ടും നമ്മളൊരു ഇയർബഡ് മേടിക്കുമ്പോൾ അത് മ്യൂസിക് കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല മേടിക്കുക, ഉറപ്പായിട്ടും ഒരു കോളിംഗ് പേർപ്പസും കൂടെ ഉണ്ടാവും. മൈക്ക് ക്വാളിറ്റി പൊതുവെ ബജറ്റ് ഇയർബഡുകളിൽ ഇല്ലാത്തതാണ്. എന്നാൽ ഇപ്പോൾ 1500 റേഞ്ചിൽ പൊതുവെ അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് AIENC ഉണ്ടെങ്കിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈക്ക് ക്വാളിറ്റി നമുക്ക് അവിടെ കിട്ടും. ഡ്യുവൽ മൈക്ക് ആണെങ്കിലും കോട്ട് മൈക്ക് ആണെങ്കിലും ഇതല്ല ട്രിപ്പിൾ മൈക്ക് ആണെങ്കിലും അതിലൊന്നും നിങ്ങൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. മൈക്ക് ക്വാളിറ്റി AIENC ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴാണ് പ്രത്യേകിച്ച് ചിലപ്പോൾ ഡിലേ ഇങ്ങനെ ലിപ് സിങ്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 5.3-ഉം 5.4-ഉം ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. എന്നാൽ പോലും പലരും ഇപ്പോഴും 5.3 ആണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 5.3 ആണെങ്കിലും 5.4 ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല 5.2-ഉം 5.1, 5.0 ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് 5.3 അല്ലെങ്കിൽ 5.4 ബെറ്റർ ആയിരിക്കും. പിന്നെ കുറേ പേര്
പേര് ചോദിക്കാറുണ്ട്, ബ്രോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണിന് 5.0 ആണ്, എന്നാൽ ഇതിനകത്ത് 5.3 ആണ് അല്ലെങ്കിൽ 5.4 ആണ്, വല്ല പ്രശ്നമുണ്ടെന്നുള്ളത്. ഒരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങളുടെ ഡിവൈസിൽ 4.2 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ 5.0 നല്ല രീതിക്ക് വർക്ക് ആവത്തില്ല, ചെറിയ ഡിലേ ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5.3 അല്ലെങ്കിൽ 5.4 ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കണക്ടിവിറ്റി നമുക്ക് തരുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, IP റേറ്റിംഗ്. പൊതുവെ നമ്മളൊരു ഇയർബഡ് മേടിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകും. കൂടാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ സമയത്ത് നമ്മുടെ ചെവിയിൽ വെച്ചേക്കെന്ന് വെച്ചോളൂ. മഴ പെയ്താൽ കൂടാതെ നമ്മൾ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് വിയർത്ത് വെള്ളം അതിനകത്ത് കയറി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ IP റേറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. IPX4, IPX5 കുഴപ്പമില്ല. കൂടാതെ IP54, IP55 ഇതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക. ഇനി അടുത്ത 7ാമത്തെ പോയിന്റിലേക്ക് വരണമെങ്കിൽ ലോ ലേറ്റൻസി മോഡ്. പൊതുവെ നമുക്ക് ഇപ്പോൾ ഇയർബഡ് മേടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം കളിക്കും. ഇപ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ ഇപ്പോൾ 5.3 ആണെങ്കിലും 5.4 ആണെങ്കിലും ചിലപ്പോൾ ഡിലേ അനുഭവിക്കും. പ്രത്യേകിച്ച് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ പോലും അതിനകത്ത് ഡിലേ ഉണ്ടാവും. എന്നാൽ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ലിപ്സിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് പറ്റും. കൂടാതെ ഗെയിമും ഒക്കെ കളിക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുള്ള എല്ലാ ഇയർബഡുകളിലും ആ ഒരു ലോ ലേറ്റൻസി മോഡിന്റെ ഗെയിം ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബാറ്റിൽ ഗ്രൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ PUBG ആണ് കളിക്കാറുള്ളത്. എന്തായാലും ഈ ഒരു ലോ ലേറ്റൻസി നമ്മൾ എത്രയിൽ കുറഞ്ഞിട്ടുള്ള മേടിക്കണം എന്ന് വെച്ചാൽ 100 ms കുറഞ്ഞിട്ടുള്ളത് എല്ലാം ബെറ്റർ ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 55, 50, 40, 45, എനിക്കൊന്ന് ഈയിടയ്ക്ക് ഞാൻ 25 എവിടെയോ കണ്ടു. അപ്പോൾ അത്രയും കുറഞ്ഞു വരെ ലോ ലേറ്റൻസി മോഡ് ഉണ്ട്. സോ ഞാൻ പറയണത് 100 നിങ്ങൾ അങ്ങ് പോവേണ്ട ആവശ്യമില്ല. ഒരു 55 താഴെയുള്ള എല്ലാം ബെറ്റർ ആയിരിക്കും. എന്തായാലും ഈ 7 പോയിന്റ്സ് ആണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പറയാൻ പറ്റുന്നത്. അതായത് ഈ 7 പോയിന്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അത് മേടിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്ത കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഒരു 6 പോയിന്റ്സ്. അതിൽ ആദ്യം എടുത്ത് പറയേണ്ടത് ഈ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഞാൻ പൊതുവെ പറയുന്നതാണ്, അപ് ടു 32 dB ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള അല്ലാണ്ട് ഭയങ്കര വലിയൊരു ഉപയോഗമല്ല. എന്നാൽ ചിലർക്ക് അത് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ മിനിമം ഒരു 32 dB ഉള്ളത് മേടിക്കാൻ ശ്രമിക്കുക. കൂടാതെ അടുത്ത 9ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡ്യുവൽ പെയറിംഗ്. 2 ഡിവൈസുകളിൽ അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ലാപ്ടോപ്പിൽ ഇപ്പോൾ പാട്ടൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഓക്കെയാണ്, എന്നാൽ കോൾ വരുമ്പോഴത്തേക്ക് ആ കോൾ എടുക്കണം, ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓവർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്യുവൽ പെയറിംഗ് ഉള്ളൊരു പ്രോഡക്റ്റ് മേടിക്കുക. ഇനി അടുത്തത് 10ാമത്തെ കാര്യം, ഇൻ ഇയർ ഡിറ്റക്ഷൻ. ഇപ്പോൾ പൊതുവെ നമുക്ക് ബജറ്റ് ഇയർബഡുകളിലൊക്കെ കണ്ടുവരുന്ന സംഭവമാണ് ഈ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ. നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെവി നൂറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും, ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് പ്ലേ ആവും. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ മാത്രമല്ല യൂട്യൂബ് കാണുമ്പോഴും അതേ സാധനം അങ്ങോട്ട് വർക്കൗട്ട് ആവും. സോ അങ്ങനെ ഒരു സംഭവം വേണമെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടാതെ 11ാമത്തെ സ്പേഷ്യൽ സൗണ്ട് എഫക്റ്റ്. കൂടാതെ നമ്മുടെ ഓരോ എഫക്റ്റുകളുണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡോൾബി അറ്റ്മോസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യവും ഒരു ഇയർബഡ് മേടിക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും, നോക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ 12ാമത്തത് ഫാസ്റ്റ് പെയറിംഗ്, ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ്. ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി ഒരു ഇയർബഡ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യണം, പിന്നെ അവിടെ സെർച്ച് ഡിവൈസ് കൊടുക്കണം, കൂടാതെ അവിടെ നമ്മൾ വീണ്ടും ഞെക്കണം, അത് പെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ സമയം എടുക്കും. എന്നാൽ ഈ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിൽ മാത്രം ഒരു വിൻഡോ പോപ്പപ്പ് ആയി വരും. അപ്പോൾ ആ ഒരു പോപ്പപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആവും. സോ ആ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി ഇപ്പോൾ ഉള്ള ഈ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗിനുണ്ട്. പിന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് മാത്രമല്ല, ചില ഇയർബഡുകളിൽ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറഞ്ഞേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. പ്രത്യേകിച്ച് ബോട്ടിൽ ചിലതൊക്കെ ഉണ്ട്, പിന്നെ ബോട്ടിൽ എല്ലാത്തിലും ഉണ്ട്, ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. സോ ആ ഒരു കാര്യവും നിങ്ങൾ നോക്കിയാൽ ഓക്കെ ആണ് എന്ന് പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 13ാമത്തെ പോയിന്റ്, ആപ്പ് സപ്പോർട്ട്. ഇപ്പോൾ ആപ്പ് സപ്പോർട്ട് പലരും കൊടുക്കുന്നതാണ്, പലരും മാൻഡേറ്ററി ആയിട്ടും വെക്കുന്നതാണ് ആക്ച്വലി ഒരു ആപ്പ് സപ്പോർട്ട്. എന്നാൽ ഞാൻ പറയണത്, നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പാട്ട് കേൾക്കുക അല്ലെങ്കിൽ അത്യാവശ്യം കോളിങ്ങിനൊക്കെ ഈ ഒരു ആപ്പ് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ കുറേ കമ്പനികൾ അപ്ഡേഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഈ ക്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ ടച്ച് കൺട്രോൾസ് ഒക്കെ അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉറപ്പായിട്ടും ആപ്പ് സപ്പോർട്ടിലാണുള്ളത്. സോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആപ്പ് സപ്പോർട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് നോക്കാവുന്നതാണ്. എന്തായാലും ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഉറപ്പായിട്ടും ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു 7 പോയിന്റ്സ്. ആ 7 പോയിന്റ്സ് നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ ഒരു ഇയർബഡ് ഇനി കൂടുതൽ ആരോടും ചോദിക്കാണ്ട്, ഒരു സജഷൻ ചോദിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, കൂടാതെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.